നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളൊക്കെ കഴിഞ്ഞ മാസം മുതലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് SIR. ഇവിടെ ഇതാ വോട്ടേഴ്സ് ലിസ്റ്റ് നിന്ന് മുസ്ലിങ്ങളുടെ പേര് വെട്ടാൻ പോകുന്നു, ഞമ്മൻ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് ഒരുപാട് മല്ലാക്കന്മാരും മദ്രസ പൊട്ടന്മാരും ഒക്കെ ഒരുപാട് രാജ്യത്തിനെതിരെ കലാപം നടത്തുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് കോപ്രായങ്ങൾ കൂട്ടിക്കാട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ ഉത്തരമുണ്ടായിരിക്കുന്നു. ഈ SIR പ്രകാരം ലക്ഷക്കണക്കിന് കള്ള വോട്ടുകൾ, ചത്തവന്മാരുടെയൊക്കെ വോട്ടുകൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പോയി എന്നുള്ള ഗംഭീരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഒന്നാം ഘട്ടം മാത്രമാണ്. അതിൽ വന്നിരിക്കുന്ന വാർത്ത എങ്ങനെയെന്ന് അറിയാമോ? SIR മലപ്പുറം ജില്ലയിൽ മാത്രം 1,69,763, അതായത് 1,70,000 വോട്ടുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ പുറത്താണ്. ഇത് ആരൊക്കെയെന്നറിയാമോ? ഇതാണ് കള്ളവോട്ട് എന്ന് വിളിക്കുന്ന, ചത്ത് മണ്ണടിഞ്ഞവന്റെ പേരിൽ കള്ളവോട്ട് ചെയ്യുന്ന, ഇരട്ട വോട്ട് നടത്തി ഇവിടെയും വോട്ട് ചെയ്യുക അവിടെയും വോട്ട് ചെയ്യുക അപ്പുറത്തും വോട്ട് ചെയ്യുക അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന കള്ളവോട്ടുകളാണ് ഏകദേശം 1,70,000 മലപ്പുറം ജില്ലയിൽ മാത്രം പുറത്തായിരിക്കുന്നത്. എന്താ മലപ്പുറം ജില്ല എടുത്തു പറയാനുള്ള കാരണം എന്നറിയാമോ? പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. മറ്റൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും. 100-ൽ 50 സീറ്റ് നേടിയ തിരുവനന്തപുരത്തെ BJPയുടെ വലിയ പ്രകടനമുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. അതിനെ ഗൗരവത്തോടെ കാണണം. എങ്ങനെയാണ് ഇവർ നേടിയത്? ഇതിൽ വർഗീയ ഫാഷിസ്റ്റുകളുടെ ഭരണം, കുന്തം, കടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് കുറെ സഖാക്കന്മാരും പിന്നെ കൊങ്ങികളും പിന്നെ ജിഹാദികളുടെ മദ്രസ വാണങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. അത്തരക്കാരൊക്കെ വന്നു. പക്ഷേ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം പറയട്ടെ. 33-ൽ 33 നേടിയിട്ടുണ്ട് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത്. ആരെന്നറിയാമോ? കോൺഗ്രസിന്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട്, UDF എന്ന് പറയുന്ന സംഘടനാ ചട്ടക്കൂടിന്റെ മൂടുപടം അണിഞ്ഞുകൊണ്ട് ഇവിടുത്തെ സകല ജിഹാദികളും മലപ്പുറത്ത് 33 ജില്ലാ പഞ്ചായത്തുള്ളത് 33ഉം വാരിയെടുത്തിട്ടുണ്ട്. ഇവിടെ വോട്ട് ചോരിയില്ല, ഇവിടെ വോട്ടിംഗ് മെഷീന് കുറ്റമില്ല, ഇവിടെ എല്ലാം പക്കയാണ്. ഈ പറയുന്ന തിരുവനന്തപുരത്ത് 100-ൽ 50 BJP നേടിയാൽ അത് വർഗീയ വിജയം. ഇവിടെ 33-ൽ 33 ജില്ലാ പഞ്ചായത്ത് നോക്കൂ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നടക്കും, നമ്മൾക്കറിയാം. വാർഡ് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ നടത്തുന്നു. അതിൽ ജില്ലാ തലത്തിൽ വരുന്നത് തന്നെയാണ് ടോപ്പ് മോസ്റ്റ് തലയായിട്ട് വരുന്നത്. ഈ തല 33-ൽ 33ഉം ഈ ജിഹാദി പാർട്ടി അതല്ലെങ്കിൽ വർഗീയ പാർട്ടികൾ പോലും ഉൾപ്പെടുന്ന UDF സംവിധാനത്തിൽ ഈ ലീഗ് കൈയടക്കി. അത് ആർക്കും ഒരു നോട്ടവുമില്ല. ഇന്നിപ്പോൾ നമ്മൾ കണ്ടു, ഒരു ക്ഷേത്രത്തിൽ രാവിലെ കേൾക്കുന്ന സുപ്രഭാതമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇനി ഇവിടെ വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മലപ്പുറത്തു നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. മലപ്പുറത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ആ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മതേതരം കൂടി വരുന്നുണ്ട്. ഞമ്മൻ ഭൂരിപക്ഷമായാലും എന്താണ് എന്നുള്ളത് 2012 മദിരാശിയിൽ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടം വഴി ഓടിക്കലുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതി. എന്തിനെന്നറിയാമോ? ഞങ്ങൾ ഭൂരിപക്ഷമുള്ള ഈ ഏരിയയിൽ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും ആഘോഷങ്ങളും പ്രചാരണവും അമ്പലവും പള്ളിയും ഒന്നും പാടില്ലെന്നും പറഞ്ഞ് ഒരു കൂട്ടം മദ്രസ വാണങ്ങൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. മദ്രാസ് ഹൈക്കോടതി ചോദിക്കും, എടോ നീയൊക്കെ വന്നിരിക്കുന്ന മദ്രസ വാണമേ, നീയൊക്കെ നിന്റെ കിതാബും പഠിച്ച് വന്നിരിക്കുകയാണല്ലോ, ഇതേപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും നിന്നോട് പറഞ്ഞാൽ നീ ഈ ഭാരതത്തിൽ എവിടെ നിൽക്കുമിട എന്ന് ചോദിച്ച് കണ്ടം വഴി ഓടിച്ചു. സത്യമല്ലേ? ഹിന്ദു ഭൂരിപക്ഷമായുള്ള മേഖലയിൽ ആരെങ്കിലും പറയാറുണ്ടോ 5 നേരം ഇവർ വിളിക്കുന്ന ഞമ്മന്റെ ദൈവം മാത്രമാണ് മികച്ചവൻ, മഹോന്നതൻ എന്നുള്ളത്? ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഈ കോളാമ്പി വെച്ച് കെട്ടി പറയുന്നുണ്ടോ? ദേശീയ ഹരിത ട്രിബ്യൂണൽ പോലും ഉത്തരവുണ്ട് ഇപ്പോഴും. ആ ഉത്തരവ് ഇവിടെ നടപ്പിലാവില്ല, ഈ അൽഖോരളത്തിൽ നടപ്പിലാവില്ല. കാരണം ഇവിടെ ഭരിക്കുന്നതും ഈ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതും ഭരണ പ്രതിപക്ഷം, അത് രണ്ടും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കൂട്ടരാകുമ്പോൾ എങ്ങനെയാണ് ഈ സുഡാപ്പികൾക്കെതിരെ ഇവിടെ കുരയ്ക്കുക? അതല്ലെങ്കിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് ഇവിടെ തേങ്ങയാണ് മാങ്ങയാണ്, ഞങ്ങൾക്ക് ഭരണഘടന പോലും കുന്തവും കൊടച്ചക്രവും ആണെന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട്, സജി ചെറിയാനൊക്കെ. ഇത്തരത്തിൽ ഇവിടെ ഭരണകൂടവും പ്രതിപക്ഷവും നിലകൊള്ളുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ന്യായം, നീതി ഉണ്ടാവുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും ഈ വാർത്തയുടെ തീവ്രമായിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. എങ്ങനെയെന്നറിയാമോ? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ SIRന്റെ പൂർണ്ണരൂപമാണത്. നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങവേ സംസ്ഥാനത്ത് 25,72,889 ആലോചിച്ച് നോക്കൂ. 25,72,889 വോട്ടർമാർ പുറത്ത്. എന്താണ്? ഏകദേശം 26 ലക്ഷത്തോളം കള്ളവോട്ട്
വോട്ടുകൾ, ഇരട്ടിപ്പ്, പിന്നെയോ ചത്തുപോയവന്മാരുടെ വോട്ടുകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഇടതും വലതും ഇവിടെ SIR വേണ്ട എന്നും പറഞ്ഞ് യുദ്ധം നടത്തിയത്? രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളി നീക്കുന്ന രീതിയിലേക്ക് ഇവിടെ ബോംബ് പൊട്ടിച്ചതെന്നൊക്കെ മനസ്സിലായല്ലോ. ഇത് തന്നെയായിരുന്നു. കള്ളവോട്ട് ചെയ്തുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഇവിടെ ജനാധിപത്യ രീതി അട്ടിമറിക്കാനാവില്ല. കണ്ടു നമ്മൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ അവസാനത്തെ കള്ളവോട്ട് ചെയ്യൽ നമ്മൾ പല രൂപത്തിൽ കണ്ടു. ഇനി ആ ഏർപ്പാട് ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇടതും വലതും അതിന് പ്രതികൂലമായിട്ട് ഇവിടെ SIR വേണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വന്നത്. അപ്പോഴും അതിനെ അനുകൂലിച്ചുകൊണ്ടും ഇവിടെ ഒരു മുസ്ലിമിന്റെയും വോട്ടവകാശം നിഷേധിക്കുന്നില്ല. ഇവിടെ വോട്ടവകാശം ഇല്ലാത്ത തീവ്രവാദികളായിട്ടുള്ള പാകിസ്ഥാൻകാർക്കും അഫ്ഗാൻകാർക്കും ബംഗ്ലാദേശികൾ അടക്കമുള്ളവന്മാർക്കുള്ള വോട്ടുണ്ടല്ലോ, അതിവിടെ നടക്കൂല. അപ്പൊ ഇവന്മാർ പറഞ്ഞെന്നറിയാമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വോട്ടുണ്ടെന്ന് തെളിയിക്കാൻ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളത്. നോക്കൂ, 3.5 കോടി ജനങ്ങളല്ലേ ഇവിടെയുള്ളത്. ഇവിടെ എത്ര കോടി ആധാർ കാർഡ് ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതിന്റെ ആധികാരികമായിട്ടുള്ള തെളിവില്ല, അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല. എന്നിരുന്നാലും എത്രയോ ലക്ഷക്കണക്കിന്, 1 കോടിക്കടുത്ത് വ്യാജ ആധാർ കാർഡുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വ്യാജ ആധാർ കാർഡ് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? അവിടെയാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാനികൾക്കും പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും വേണ്ടി. ഇവിടെ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും മറന്നുകൊണ്ട് അവർക്കെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടി ആധാർ കാർഡ് വ്യാജമായിട്ട് പോലും നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന വലിയൊരു ആഭ്യന്തര പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്. നമ്മൾ കണ്ടു, പല തെരഞ്ഞെടുപ്പിനും ശേഷം ബംഗാളികളും അഫ്ഗാനിസ്ഥാനികളും അതല്ലെങ്കിൽ പാകിസ്ഥാനികൾ അടക്കമുള്ളവർ ആധാർ കാർഡും ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് നാട് വിട്ടുപോയി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നെയായിരിക്കും അവസ്ഥ. ആധാർ കാർഡ് വെച്ചുകൊണ്ട് വോട്ട് ചേർക്കാം. അങ്ങനെ ബംഗാളികൾക്കും ബംഗ്ലാദേശുകാർക്കും അഫ്ഗാനിസ്ഥാനികൾക്കും പാകിസ്ഥാനികൾക്കും അല്ല ഈ ഭാരതത്തിന്റെ ജനാധിപത്യ രീതിയിൽ ഇടപെടാൻ അവസരമുള്ളത്, അവകാശമുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീവ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം SIR ഇവിടെ കൊണ്ടുവന്നത്. അതിനെതിരെ കുരച്ചവന്മാർ എന്തിനെന്ന് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 25,72,889 വോട്ടർമാരാണ് പുറത്ത്. മലപ്പുറം ജില്ലയിൽ മാത്രം 1,69,763 വോട്ടർമാർ പുറത്തായി. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഒക്ടോബറിൽ SIR നടപടി തുടങ്ങിയപ്പോൾ പട്ടികയിൽ ഉണ്ടായിരുന്നവർ 2,78,59,855 പേരായിരുന്നു. കരട് പട്ടികയിൽ ഉണ്ടാവുക 2,52,86,966 പേരാണ്. പുറത്താക്കപ്പെടുന്നവരിൽ കൂടുതലും തിരുവനന്തപുരത്ത് 4,36,857. ആലോചിച്ച് നോക്കൂ, 4,36,857 പേരാണ് തിരുവനന്തപുരത്ത്. പുറത്താകുന്നവരുടെ പട്ടിക ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കരട് പട്ടികയിൽ ഉണ്ടെങ്കിലും 2002-ലെ പട്ടികയുമായി മാപ്പിംഗ് നടത്താനാവാത്തവർക്ക് തെളിവ് ഹാജരാക്കാൻ നോട്ടീസ് നൽകും. ബോധ്യപ്പെട്ടാൽ നിലനിർത്തും, അല്ലെങ്കിൽ ഒഴിവാക്കും. എന്യൂമറേഷൻ ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതിലൂടെ ഉൾപ്പെടാതെ പോയവർ 71,877 ആണ്. മരിച്ചവർ 6,44,547 ആണ്. കണ്ടെത്താൻ സാധിക്കാത്തവർ 7,11,958 ആണ്. സ്ഥിരമായി താമസം മാറിയവർ 8,19,346. ഇരട്ടിപ്പ് വോട്ട് 1,31,530. മറ്റു കാരണങ്ങളാൽ ഉൾപ്പെടാത്തവർ 1,93,631 എന്നിങ്ങനെയാണ് പുറത്താക്കപ്പെടുന്നവരെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പരാതിയുണ്ടെങ്കിൽ ജനുവരി 22 വരെ അറിയിക്കാം. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ്. ഫെബ്രുവരി 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇനി പുറത്തായ വോട്ടർമാർ ജില്ല തിരിച്ചുള്ളതാണ്. തിരുവനന്തപുരം 4,36,857, എറണാകുളം 3,34,962, കാസർഗോഡ് 63,114, വയനാട് 37,422, കൊല്ലം 1,68,018, മലപ്പുറം 1,79,673, പാലക്കാട് 2,70,070, തൃശൂർ 2,56,842, ഇടുക്കി 1,28,333, കോഴിക്കോട് 1,94,588, പത്തനംതിട്ട 1,09,048, ആലപ്പുഴ
1,44,243, കോട്ടയം 1,66,010, കണ്ണൂർ 89,932. ഇങ്ങനെ പോവുകയാണ് ഇതിന്റെ കണക്ക് നില വരുന്നത്. നോക്കൂ, എന്തുകൊണ്ടായിരുന്നു ഇപ്പോൾ SIR-നെതിരെ കുരച്ച് ചാടിയത് ഇവിടത്തെ ഇടതും വലതും എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, ഈ ഭാരതം എന്ന് പറയുന്ന എൻ്റെ പെറ്റനാടിലെ ജനാധിപത്യ സംവിധാനം ഉപയോഗിക്കാൻ അവകാശമുള്ളത് ഈ ഭാരതത്തിലെ പൗരന്മാർക്കാണ്. അല്ലാതെ നീയൊക്കെ വാരിക്കോരി കൊടുത്ത് ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും അഫ്ഗാനിസ്ഥാനികൾക്കും കൊടുത്ത ആ ഒരു അവകാശമുണ്ടല്ലോ, അതിങ്ങോട്ട് തിരിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്കൊക്കെ രാജ്യദ്രോഹികളായിട്ടുള്ള നിനക്കൊക്കെ എതിർപ്പുണ്ടായിരിക്കാം. ഏതൊക്കെ എതിർക്കുന്നവനുണ്ടോ അവനെല്ലാം രാജ്യദ്രോഹിയാണ് എന്നുള്ളതിന് ഇനിയും എന്താണ് തെളിവ് വേണ്ടതെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.